നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കടലിലെ തിരമാലകൾ അടങ്ങാൻ കാത്തുനിന്നാൽ ഒരിക്കലും വഞ്ചി ഇറക്കാൻ കഴിയുകയില്ല. പ്രതിസന്ധികൾക്കിടയിലൂടെ തുഴഞ്ഞു നീങ്ങുന്നതിലാണ് ജീവിതത്തിലെ വിജയം. ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. മന്ത്രങ്ങൾക്ക് ജപരീതിയും കൃത്യമായ ലക്ഷ്യവും ഉണ്ടായിരിക്കും. രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്ന വിശ്വാമിത്രൻ ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ അവരെ പഠിപ്പിച്ചു. ഇത് വിശപ്പും ദാഹവും ഇല്ലാതാക്കുന്ന മന്ത്രമാണ്. മന്ത്രങ്ങളെല്ലാം ഈശ്വരാരാധനയ്ക്കുള്ളതല്ല, ഓരോരോ നേട്ടങ്ങളെ ഉദ്ദേശിച്ചുള്ളവയാണ്. അതിനാൽ അത് ഉദ്ദിഷ്ടകാര്യം മാത്രം നേടിത്തരും. പകരം മറ്റു ചിലത് ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കും. എന്നാൽ കീർത്തനവും നാമജപവും ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യ കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരക്കിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളവച്ച തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതത്വം സ്വാമിക്ക്. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കി മഞ്ജുളനാളം തിരിതെളിയാനായി കാണും ഞാൻ. പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കി മഞ്ജുളനാളം തിരിതെളിയാനായി കാണും ഞാൻ. ഓരയാമയാ ശരണജപങ്ങളോടെ നിൽക്കവേ ഓരയാമയാമരാപര ശരണജപങ്ങളോടെ നിൽക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു മുരുകും. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണം മുന്നിൽ. സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാവികളെ സംക്രമസന്ധി നിന്നുടെ ചിമിഴിൽ കുങ്കുമമൊഴിയും അയ്യപ്പൻ. സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി
ഗണപതി വാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമന്നിൽ തന്നെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ഞിൽ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണം മുന്നിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്. താരകാസുരപുത്രന്മാരായ കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നീ അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് നേടിയ അപൂർവ വരത്താൽ അഹങ്കാരികളായി ദേവന്മാർക്കും ഋഷികൾക്കും മനുഷ്യർക്കുമെല്ലാം ഉപദ്രവകാരികളായി. ലോകരക്ഷയ്ക്കായി മഹാദേവൻ നടത്തിയ ത്രിപുരദഹന കഥയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവന്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിവരാറില്ല. ഭാരതത്തിലെ സിദ്ധാന്തങ്ങൾ പറയുന്ന സമയത്ത് ശൈവ സിദ്ധാന്തത്തിന് ശിവനുമായി ബന്ധപ്പെട്ട കഥകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അങ്ങനെ മഹാദേവന്റെ ലീലകൾ ഒരുപാട് പാടിപ്പുകഴ്ത്തുന്ന നമ്മളൊക്കെ തന്നെ പലപ്പോഴും കാണാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ പുരാണത്തിൽ ഏറ്റവും മികവോടുകൂടി പറയപ്പെട്ടിട്ടുള്ളതും നമുക്കിന്ന് സമൂഹത്തിൽ അത്രയധികം പ്രചാരത്തിലില്ലാത്തതുമായിട്ടുള്ള ഭഗവാന്റെ പ്രധാനപ്പെട്ട കഥകളിൽ ഒന്നാണ് ത്രിപുരദഹനം എന്ന് വിളിക്കപ്പെടുന്ന കഥ. ഭഗവാനെ വിളിക്കുന്ന ഒരു പേര് തന്നെയുണ്ട്, ത്രിപുരാരി എന്ന് മഹാദേവനെ വിളിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് മഹാദേവൻ എങ്ങനെയാണ് ത്രിപുരങ്ങളെ ഇല്ലാതാക്കിയത് എന്നുള്ള കഥയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവാസുര യുദ്ധം നടന്ന കഥ. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി മുരുകൻ ദേവസേനാധിപതിയായി താരകാസുരൻ എന്ന് വിളിക്കപ്പെടുന്ന അക്കാലത്തെ അസുരന്മാരുടെ രാജാവിനെ നിഗ്രഹിച്ച് ദേവന്മാർക്ക് അവരുടെ രാജ്യം തിരികെ നേടിക്കൊടുത്തു. ഭൂമിയിൽ സമാധാനം ഉണ്ടായി. എന്നാൽ ഈ താരകാസുരന് 3 മക്കളുണ്ടായി എന്നാണ് കഥയിൽ പറയുന്നത്. ഒരാളുടെ പേര് താരകാക്ഷൻ എന്നാണ്, രണ്ടാമത്തെ ഒരാളുടെ പേര് കമലാക്ഷൻ എന്നാണ്, മൂന്നാമത്തെ ആളുടെ പേര് വിദ്യുന്മാലി എന്നാണ്. ഇവർ 3 പേരും ചേർന്ന് ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ അവരുടെ തപസ്സിൽ സംപ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. വരം ചോദിച്ചോളം പറഞ്ഞു. 3 പേരും കൂടെ ചോദിച്ചത് അമരത്വം വേണം എന്നുള്ള വരാണ്. ബ്രഹ്മാവ് പറഞ്ഞു, എന്നെ കൊണ്ട് എന്തായാലും അമരത്വം തന്ന് അനുഗ്രഹിക്കാൻ സാധിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, വളരെയധികം ബുദ്ധിയോടെ അവർ ചിന്തിച്ചാലോചിച്ചൊരു വരം ചോദിച്ചു എന്നാണ്. എന്താ ചോദിച്ചത്? ഞങ്ങൾക്ക് 3 പുരങ്ങൾ വേണം. ഒരു വീട് അല്ലെങ്കിൽ ഒരു നഗരം സ്വർണം കൊണ്ടുള്ളതായിരിക്കണം, ഒരെണ്ണം വെള്ളി കൊണ്ടുള്ളതായിരിക്കണം, ഒരെണ്ണം ഇരുമ്പ് കൊണ്ടുള്ളതായിരിക്കണം. ഞങ്ങൾ ഇതിൽ 3ലും താമസിക്കും. ഈ പുരങ്ങൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴാണോ 1000 വർഷത്തിലൊരിക്കൽ ഈ 3 പുരങ്ങളും ഒരു നേർരേഖയിൽ വരുന്നത്, ആ സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് മരണമുണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങളെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വരം അങ്ങ് ഞങ്ങൾക്ക് തരണമെന്ന് ബ്രഹ്മാവിനോട് ഈ 3 അസുരന്മാരും ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ആ വരം കൊടുത്തു. അസുരശില്പിയായിട്ടുള്ള മയൻ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും പുരങ്ങളുണ്ടാക്കി. അതിൽ 3 പേരും താമസം തുടങ്ങി. അധികം വൈകിയില്ല, ദേവലോകത്തെ ആക്രമിച്ചു, ദേവന്മാരെ പുറത്താക്കി, ഭൂമിയിൽ മുഴുവൻ അശാന്തി ഉണ്ടായി, ധർമ്മത്തിന് കോട്ട സംഭവിച്ചു, പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായി. പക്ഷേ ഈ 3 പേർക്കൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, 3 പേർക്കൊരു ഗുണം ഉണ്ടായിരുന്നു. എന്താ അത്? 3 പേരും നല്ല ശിവഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് എളുപ്പത്തിൽ അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ശിവന്റെ ഭക്തി അത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ്. ശിവനോടുള്ള ഭക്തി ആ 3 പേർക്കും എപ്പോൾ കുറയുന്നോ അപ്പോഴേ അവർക്ക് അവരെ വധിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ഉപായപ്രകാരം അവരെ ശിവഭജനത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതിയെ പതിയെ ശിവനോടുള്ള അവരുടെ താല്പര്യം കുറഞ്ഞു വരാൻ തുടങ്ങി. ഭഗവാന്റെ പ്രസാദം അവർക്ക് മേൽ കുറഞ്ഞു. ആ സമയത്ത് ദേവന്മാരെല്ലാവരും ചേർന്ന് കൈലാസത്തിൽ പോയി ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ, ഈ ത്രിപുരന്മാരെ ഞാൻ നിഗ്രഹിച്ചു കൊള്ളാം എന്ന്, നിങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമായിട്ട് ഞാൻ ഉടനെ തന്നെ ഈ ത്രിപുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെടുകയാണ് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ഒരു പുറപ്പാടുണ്ട്. ഭഗവാന്റെ ആ ഒരു വരവ് തന്നെ അതിഗംഭീരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഭഗവാന്റെ രഥം എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ചക്രങ്ങൾ പോലും സൂര്യനും ചന്ദ്രനൊക്കെ ആയിരുന്നു എന്നാണ്. ഭഗവാന്റെ വില്ലായിട്ട് ഭഗവാൻ എടുത്തിരുന്നത് മന്ദരപർവ്വതത്തെയാണെന്നും അതിൽ ഞാണായിട്ട് ഉപയോഗിച്ചിരുന്നത് വാസുകി എന്ന് പറയുന്ന സർപ്പത്തെയാണെന്നും അതിൽ അസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് സാക്ഷാൽ നാരായണനെയാണെന്നും ആ അസ്ത്രത്തിൻ്റെ അഗ്രഭാഗം കൂർത്ത ഭാഗത്തുണ്ടായിരുന്നത് അഗ്നിദേവനാണെന്നും ആ അസ്ത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുണ്ടായിരുന്നത് വായുദേവനാണെന്നും അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു വർണ്ണനയാണത്.
ഭഗവാനെ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനായിട്ട് കാണാൻ പറ്റും. ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ശിവലിംഗമായിട്ട്, ശിവസ്വരൂപമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ത്രിപുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി വരുന്ന ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. പ്രപഞ്ചം മുഴുവൻ ആ യുദ്ധത്തിന് വേണ്ടി ഭഗവാന്റെ ഒപ്പം നിന്നു എന്നാണ്. എല്ലാം ഭൂമി ആയിരുന്നു ഭഗവാന്റെ രഥം എന്നാണ്. ആ രഥത്തിന്റെ ചക്രങ്ങളായിട്ട് സൂര്യനും ചന്ദ്രനും നിന്നു എന്ന് പറയുമ്പോൾ ആ രഥത്തിന് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കണം എങ്ങനെയുള്ളൊരു രഥത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. അത്ര ഗംഭീരമായിട്ട് ആ രഥത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഭഗവാൻ കൃത്യമായിട്ട് തൻ്റെ ആ നാരായണാസ്ത്രം കൊണ്ട് ഈ 3 പുരങ്ങളും നേർരേഖയിൽ വന്ന സമയത്ത് ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ അതിനെ ഭസ്മാക്കി ഒരേ സമയം എന്നുമാണ് പറയുന്നത്. നോക്കൂ, ഇത് ഈ കഥ ഇവിടെ അനുസ്മരിക്കുന്നത് 3 പുരങ്ങളെ ഭഗവാൻ കത്തിച്ചു എന്ന് സാമാന്യ അർത്ഥത്തിൽ പറയാനല്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ 3 പുരങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കാറുണ്ട്. ഈ 3 പുരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള 3 ഗുണങ്ങളാണ് എന്നാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3ഉം ഇല്ലാതാവുമ്പോഴാണ് ഗുണാതീതമായിട്ടുള്ള ബ്രഹ്മത്തെ നമുക്കറിയാൻ സാധിക്കുക. അപ്പം മഹാദേവൻ വിഷ്ണുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 പുരങ്ങളും തകർത്തു എന്ന് പറയുമ്പോൾ സാമാന്യാർത്ഥമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ഗുണവും, ഈവൻ അത് സത്വഗുണമാണെങ്കിൽ പോലും അതിനെയും മറികടന്ന് ഗുണാതീതമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ബ്രഹ്മവിദ്യ തന്നെയാണ് ഈ കഥയിലൂടെ പറഞ്ഞത്. മഹാത്മാക്കൾ എപ്പോഴും അങ്ങനെയാണ്. മഹത്തായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരുപയോഗിച്ചിട്ടുള്ള ഉപായമാണ് കഥകൾ എന്ന് പറയുന്നത്. ഇപ്പം ത്രിപുരാരി എന്ന് ഭഗവാനെ വിളിക്കുന്ന സമയത്ത്, ത്രിപുരാന്തകനായിട്ട് ഭഗവാനെ കണ്ട് ആരാധിക്കുന്ന സമയത്ത് ആത്യന്തികമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഭഗവാനെ എൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ 3 പുരങ്ങളുണ്ട്. എൻ്റെ ഉള്ളിൽ തമോ ഗുണത്തിൻ്റെ വലിയൊരു പുരമുണ്ട്, എൻ്റെ ഉള്ളിൽ രജോ ഗുണത്തിൻ്റെ പുരമുണ്ട്, എൻ്റെ ഉള്ളിൽ സത്വഗുണത്തിൻ്റെയും പുരമുണ്ട്. അതിനെയൊക്കെ തകർത്തുകൊണ്ട് അങ്ങാകുന്ന പരബ്രഹ്മത്തെ അറിയാൻ ഞങ്ങളെ സഹായിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ത്രിപുര ദഹനം കഥ യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കാൻ. മഹാദേവൻ്റെ ഏതൊരു കഥ എടുത്താലും ഇതുപോലെ നമുക്ക് അതിനകത്തുള്ള സൂക്ഷ്മാംശത്തെ കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ വെറും കഥ കേട്ട് മാത്രം പോകുന്ന തലമുറയായിട്ട് നമ്മൾ അവശേഷിക്കും. കഥ കേട്ടുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും തന്നെ നേടാനില്ല. ആ കഥയിലൂടെ മഹാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള അതിൻ്റെ സത്ത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ കഥയൊക്കെ മനോഹരമാവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും പണിയുന്നതിലെ ഔചിത്യം പലപ്പോഴും നമ്മെ അതിശയപ്പെടുത്തും. മലപ്പുറം തിരൂരിലെ ആലത്തൂർ ക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയാണ്. സമീപം ദണ്ഡുധരിച്ച് ശ്രദ്ധയോടെ ശ്രീരാമവാക്യം കേൾക്കാൻ നിൽക്കുന്ന ഹനുമാൻ പ്രതിഷ്ഠയുമുണ്ട്. ശ്രീരാമന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കർമ്മനിരതനാകാൻ നിൽക്കുന്നു എന്നതിനാൽ ഹനുമാനാണ് ഇവിടെ പ്രാധാന്യം. അതിശയകരമെന്ന് പറയട്ടെ, ഈ രാമക്ഷേത്രം പരക്കെ അറിയപ്പെടുന്നത് ഹനുമാൻ ക്ഷേത്രം എന്ന രീതിയിലാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ. പ്രപഞ്ചത്തിലെ തന്നെ അതിശ്രേഷ്ഠമായ അതിരുദ്രഹോമങ്ങളുടെയും മഹാരുദ്രഹോമങ്ങളുടെയും മഹാചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിലെ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ ധ്യാനയുക്തം സദാ ജ്ഞാനതൽപം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം. കേരളത്തിന്റെ തെക്കേയറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അതിരുകളില്ലാത്ത മനോഹാരിതയാണ്. ഇവിടെ ഭഗവത് സന്നിധിയിൽ
രണ്ടു സംസ്കാരങ്ങൾ ഒന്നുചേരുന്നു. ജ്ഞാനയുക്തം സദാ ജ്ഞാനതൽപം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം. കേരളത്തിന്റെ മനോഹാരിതയും തമിഴ്നാടിന്റെ കാവ്യഭംഗിയും ഒത്തുചേരുന്ന പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങളിലെ ഭക്തജനങ്ങൾ പ്രഭാതങ്ങളിൽ ശിവനാഥം കേട്ട് കോലം വരയ്ക്കുമ്പോൾ പ്രപഞ്ചനാഥന്റെ അനുഗ്രഹ സ്പർശത്തോടെ ഓരോ ദിനങ്ങളും ഈ ദേശത്ത് വിടരുകയായി. പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം. മഹാസ്ഥാനവാസം ശരീരം ഗയാനാം സദാ ചർമ്മവേഷ്ടം പിശാചം നിശോചം പശൂനാം പ്രതിഷ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും നിരവധി ഭക്തജനങ്ങളുടെ തീർത്ഥാടന സങ്കേതം കൂടിയായ ഈ ക്ഷേത്രം ഈ ജന്മത്തിനും വരും ജന്മങ്ങൾക്കും പോയ ജന്മങ്ങൾക്കുമുള്ള പാപപരിഹാര തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവിന്റെ കാലത്ത് പാറശാല സ്വദേശിയായ മല്ലൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ ദളവ. ചെമ്പകരാമൻ പിള്ളയുടെ കാലത്താണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞത് എന്ന് പറയപ്പെടുന്നു. ശാന്തിക്കാർക്ക് താമസിക്കാനായി ഗ്രാമവും രാജാവിന് തങ്ങാനായി കൊട്ടാരവും തന്ത്രിമാർക്കായി തന്ത്രിമഠവും പണി കഴിപ്പിക്കപ്പെട്ടു. കടേരുണ്ടമാലം മഹാവീരശൂരം കടിം വ്യാഘ്രചർമ്മം ചിതാഭസ്മലേപം. ക്ഷേത്രത്തിനാവശ്യമായ എണ്ണ, പാൽ, നെല്ല് എന്നിവയുടെ വിതരണത്തിന് ഇതര സമുദായക്കാരെയും അമ്പലത്തിന് ചുറ്റും പാർപ്പിക്കപ്പെട്ടു. ഇവരുടെ പിന്മുറക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിലനിന്നു പോരുന്നു. പ്രപഞ്ചത്തിലെ അതിശ്രേഷ്ഠമായ അതിരുദ്രവും 11 മഹാരുദ്ര യജ്ഞങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ പൂർണ്ണ ചൈതന്യത്തോടും തേജസ്സോടും കൂടി ഭഗവാൻ വാണരുളുന്നു. സമസ്ത ജനതയ്ക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ശ്രീ കൈലാസനാഥൻ പാർവതി സമേതനായി പാറശാലയിൽ വാണരുളുന്നു. ഐതിഹ്യം പഴമക്കാർ പറയുന്നത് ഒരു കാലത്ത് വൻ പാറക്കെട്ടുകളും പുല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പാറശാല. പുല്ലരിയുവാൻ വന്ന പറയർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ പുല്ലരിയുന്നതിനിടയിൽ ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിയുന്നതും കാണുവാനിടയായി. പരിഭ്രാന്തയായ ആ സ്ത്രീക്ക് ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയെന്നും ഈ വിവരമറിഞ്ഞ അന്നത്തെ നാട്ടുപ്രമാണി ഇവിടെ ഒരമ്പലം പണികഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെ പറയർ കണ്ട ശാല പാറശാലയായെന്നും പറയപ്പെടുന്നു. ഇന്നും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറ്റുവാൻ വേണ്ട കൊടിയും കൊടിക്കയറും ആചാരപ്രകാരം പറയർ സമുദായക്കാർ കൊണ്ടുവരുന്നതാണ് ഉപയോഗിക്കുന്നത്. ജാതിചിന്തയും ഐത്തവും കൊടികുത്തി വാണിരുന്ന കാലത്തു പോലും, അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും അവർണ സവർണ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരനിരയായി നിൽക്കുന്ന കൽത്തൂണുകൾ കാണാം. ഓരോ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളിൽ കാഴ്ചകൾ അലിഞ്ഞു ചേരുമ്പോൾ മരങ്ങളിലുരുമി അതുവഴി കടന്നുപോയ കാറ്റിനു പോലും ഓങ്കാരധ്വനി. അതിന്റെ ആത്മീയ വലയത്തിലകപ്പെട്ട് ശില്പചാതുര്യങ്ങൾക്കിടയിലെ ധ്യാന മണ്ഡപത്തിലിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദത്തിന്റെ ഒരു കുളിർക്കാറ്റ് വീശുകയായി.
ഉദാസം സുദാസം സുകൈലാസവാസം ധരാനിർധരം സംസ്ഥിതം ഹ്യാദിദേവം അജാഹേമ കൽപദ്രുമം കൽപസേവ്യം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ ബലിക്കൽപുര കഴിഞ്ഞ് നാലമ്പലത്തിന്റെ പ്രധാന വാതിലിൽ എത്തുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് മുന്നിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന നടവഴി കാണാം. ദർശന പുണ്യം നേടി മടങ്ങി വരുന്ന ഭക്തരും ദർശന സൗഭാഗ്യത്തിനായി ഭഗവാന് മുന്നിലേക്ക് പോകുന്ന ഭക്തരും ഇവിടെ സംഗമിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മൗനം പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തെ ആത്മാനന്ദത്തെക്കുറിച്ച് തന്നെയാണ്. ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നന്ദികേശൻ ഇരിപ്പുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ വലിയൊരു നന്ദികേശ രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശിവം വേദശാസ്ത്രം അഹോ ദീനവത്സം കൃപാലം ശിവം ഹി ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി. ശ്രീകോവിലിനോട് ചേർന്ന് ഒരൊറ്റക്കൽ മണ്ഡപം നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഈ നിർമ്മാണ വൈഭവം ആധുനികമായ എല്ലാ നിർമ്മാണ രീതികൾക്കും ഒരത്ഭുതമായി മാറുമ്പോൾ അന്നത്തെ ദേവസ്പർശമുള്ള ശില്പികളെ നാം അറിയാതെ നമിച്ചു പോകുന്നു. ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭൂവായ ശിവലിംഗ ദർശനം ആത്മസായുജ്യമേകുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള മോക്ഷമാർഗം മുന്നിൽ തെളിയുകയായി. മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും അതീതമായ ആത്മാനന്ദത്തിന്റെ നിർവൃതിയിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് ചുറ്റും ഒരു കുളിർക്കാറ്റ് വീശുകയായി. മോക്ഷദം തസ്മാദോംകാരായ നമോ നമഃ ഓംകാര ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം തസ്മാദോംകാരായ നമഃ. ഉയരമുള്ള ചതുരശ്രീ കോവിൽ ഓം ദേവശില്പങ്ങളാൽ സമ്പന്നമാകും. ക്ഷേത്രത്തിന്റെ ഓരോ കോണുകളിലും തമിഴ് ശില്പചാതുരിയുടെ സംഗമോത്സവങ്ങളാണ്. നമന്തി മുനയഃ സർവേ നമന്ത്യപ്സരസാം ഗണാഃ നരാണാമാദിദേവാനാം നകാരായ നമോ നമഃ നകാരായ നമോ നമഃ. ഭഗവാന്റെ കൈകളിലും കാലുകളിലും സ്പർശിച്ച് തളകളുടെയും വളകളുടെയും നാദമറിഞ്ഞ് തൊഴുത് വലം വച്ച് ശ്രീകോവിലിനുള്ളിലെ പരബ്രഹ്മ സന്നിധിയിലെത്തി സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ ഭക്തനും പിന്തുടരുന്നത്. ക്ഷേത്രമുറ്റത്ത് നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പത്തെ വച്ച് ആരാധിച്ച് നിത്യപൂജകൾ നടത്തുന്നു. ത്വം മഹാദേവ പ്രിയം ജ്ഞാനപ്രദം പരം മഹാപാപഹരം തസ്മാത് മകാരായ നമഃ. ഭഗവാനോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഭഗവാനും നാഗരാജാവും നാഗകന്യകയുമുണ്ട്. മം ഉഗ്രമൂർത്തിയായ കളപ്പുരയക്ഷി മറ്റൊരു ഉപദൈവമായി വാണരുളുന്നു. ജ്ഞാനപ്രദം പരം പാറശാല മഹാദേവന് മുന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. പാറശാല മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും സവിശേഷമായ പൂജകളിലൊന്നാണ് പ്രദോഷ പൂജ. ആദി കൈലാസത്തിൽ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനൊരുങ്ങുമ്പോൾ വിളക്കുകൾ തെളിയുന്നതുപോലെ ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കുകളുടെ ദീപപ്രകാശത്തിൽ ആത്മാവിൽ ആദി കൈലാസം തെളിഞ്ഞു വരുന്നു. നമോ നമഃ. ഓ ശിം ശിവം ശാന്തം ശിവാകാരം ശിവാനുഗ്രഹകാരണം മഹാപാപഹരം തസ്മാ ശികാരായ നമോ നമഃ ശികാരായ നമോ നമഃ. മനസ്സിൽ വിങ്ങുന്ന വേദനകളും ഓർമ്മകളും മാറ്റിവെക്കുക. എങ്കിലേ നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മെ സ്നേഹിക്കാൻ മറന്നു പോകും.
ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.